നമസ്തേ. രാഷ്ട്രീയ സിനിമാ മേഖലയിലെ പ്രമുഖരുടെ സാന്നിധ്യം 5 ദിവസം നീണ്ടുനിന്ന ആഘോഷങ്ങൾ സ്വകാര്യതയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകി പൂർണ്ണമായി ബുക്ക് ചെയ്ത റിസോർട്ട്. കർണാടകയിലെ പ്രമുഖ രാഷ്ട്രീയ കുടുംബത്തിലെ വിവാഹം ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. കർണാടക പ്രദേശ് യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും ശാന്തിനഗർ MLA NA ആരിസിന്റെ മകനുമായ മുഹമ്മദ് ഹാരിസ് നാലപ്പാട് രണ്ടാമതും വിവാഹിതനായതോടെയാണ് വിവാഹ ചടങ്ങുകൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത്. കൊടകുവിലെ ആഡംബര റിസോർട്ടിൽ നടന്ന നിക്കാഹിൽ മുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. ആരാണ് മുഹമ്മദ് ഹാരിസ് നാലപ്പാടിന്റെ വധു? എങ്ങനെയായിരുന്നു വിവാഹ ചടങ്ങുകൾ? എന്തുകൊണ്ടാണ് വിവാഹത്തിന് ഇത്രയേറെ സ്വകാര്യത ഒരുക്കിയത്? വിശദാംശങ്ങൾ അറിയാം. ഒപ്പം കുറച്ച് രാഷ്ട്രീയ വിശകലനങ്ങളും നോക്കാം. കർണാടക പ്രദേശ് യൂത്ത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും ശാന്തിനഗർ MLA LA ഹാരിസിന്റെ മകനുമായ മുഹമ്മദ് ഹാരിസ് നാലപ്പാട് രണ്ടാമതും വിവാഹിതനായി. കൊടകു ജില്ലയിലെ മടിക്കേരിക്ക് സമീപമുള്ള മേക്കേരി ഗ്രാമത്തിലെ കൂർഗ് വൈൽഡർനെസ് റിസോർട്ടിൽ വെച്ചായിരുന്നു പ്രമുഖ നേതാക്കളുടെയും ചലച്ചിത്ര താരങ്ങളുടെയും സാന്നിധ്യത്തിൽ ആഘോഷപൂർവ്വമായ നിക്കാഹ് ചടങ്ങുകൾ നടന്നത്. കൊടകു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും മടിക്കേരി അർബൻ ഡെവലപ്മെന്റ് അതോറിറ്റി മുൻ ചെയർമാനുമായ SI മുനീർ അഹമ്മദിന്റെ മകൾ മലീഹ ഫാത്തിമയാണ് വധു. നിയമബിരുദധാരിയായ മലീഹ നിലവിൽ US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പ്രമുഖ ബഹുരാഷ്ട്ര കമ്പനിയിൽ ജീവനക്കാരിയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി അടുത്ത സൗഹൃദം പുലർത്തുന്ന കുടുംബങ്ങളുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് ഈ വിവാഹ ചടങ്ങുകളെല്ലാം നടന്നത്. സംരീൻ ആണ് മുഹമ്മദ് ഹാരിസ് നാലപ്പാടിന്റെ ആദ്യ വിവാഹത്തിലെ ഭാര്യ. ഓഗസ്റ്റ് 15 മുതൽ 20 വരെ നീണ്ടു നിൽക്കുന്ന 5 ദിവസത്തെ ആഘോഷ പരിപാടികളാണ് റിസോർട്ടിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 16 ഉച്ചയ്ക്ക് നടന്ന നിക്കാഹ് ചടങ്ങിന് ശേഷം ഓഗസ്റ്റ് 17 വിശിഷ്ടാതിഥികൾക്കായി ഗംഭീര വിവാഹ സൽക്കാരം ഒരുക്കിയിരുന്നു. ഉന്നത സുരക്ഷയും സ്വകാര്യതയും ഉറപ്പാക്കുന്നതിനായി റിസോർട്ടിലെ 104 മുറികളും പൂർണ്ണമായും ബുക്ക് ചെയ്തിരുന്നതിനാൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം കർശനമായി വിലക്കിയിരുന്നു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ, കന്നഡ സൂപ്പർ താരങ്ങളായ കിച്ച സുദീപ്, യാഷ് എന്നിവരടക്കം രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ നേരിട്ടെത്തി നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു. കൂടാതെ MLA ഡോക്ടർ മന്ദർ ഗൌഡ, മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സെക്രട്ടറി AS പൊന്നണ്ണ തുടങ്ങിയ പ്രമുഖ നേതാക്കളും ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തു. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതെന്താ ഒരു വാർത്ത എന്ന്. ഇതൊരു സാധാരണയല്ലേ? ഇവിടെയും ചില നേതാക്കൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ പറയും. ഇതൊക്കെ കൊണ്ടാണ് രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരേണ്ട എന്ന് കോൺഗ്രസും ജിഹാദികളും പറയുന്നത്. ഇനി 1 2 ആവും, 2 3 ആവും, 3 4 ആവും, പിന്നെ തലാക്കാവും. അതാണല്ലോ അവരുടെ ഒരു ശീലം. എന്തായാലും ഇത് പറഞ്ഞപ്പോൾ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചും ഒന്ന് വിശദമാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് വായിക്കാം. ഏകീകൃത സിവിൽ കോഡ്, ഒരേ രാജ്യത്ത് ഒരേ സിവിൽ നിയമം, അതാണ് ഏകീകൃത സിവിൽ കോഡ്. എന്താണ് UCC? എന്തുകൊണ്ടാണ് ഇത്രയും ചർച്ച? കോൺഗ്രസ് ഒക്കെ എതിർക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാം. ഇന്ത്യയിൽ മതം, ഭാഷ, സംസ്കാരം, ആചാരങ്ങൾ എന്നിവയിൽ വലിയ വൈവിധ്യമുണ്ട്. എന്നാൽ വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം, പാരമ്പര്യാവകാശം, ദത്തെടുക്കൽ തുടങ്ങിയ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട സിവിൽ വിഷയങ്ങളിൽ എല്ലാവർക്കും ഒരേ നിയമം വേണമെന്ന ആശയമാണ് ഏകീകൃത സിവിൽ കോഡ് അഥവാ യൂണിഫോം സിവിൽ കോഡ് UCC എന്ന് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ക്രിമിനൽ നിയമവുമായി ബന്ധപ്പെട്ട നിയമമല്ല. ഒരു വ്യക്തി കുറ്റം ചെയ്താൽ അത് ഏതു മതക്കാരനായാലും ബാധകമാകുന്ന ക്രിമിനൽ നിയമം പോലെയല്ല UCC. മറിച്ച് വ്യക്തിയുടെ വിവാഹം, വിവാഹമോചനം, അവകാശം, പാരമ്പര്യം തുടങ്ങിയ സിവിൽ വിഷയങ്ങളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യസ്ത വ്യക്തി നിയമങ്ങൾക്ക് പകരം പൊതുവായ നിയമ ചട്ടക്കൂട് കൊണ്ടുവരിക എന്നതാണ് UCCയുടെ അടിസ്ഥാന ആശയം. ഭരണഘടനയിൽ UCC എവിടെയാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്നത്. രാജ്യത്തെ പൗരന്മാർക്ക് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശത്തും ഏകീകൃത സിവിൽ കോഡ് ഉറപ്പാക്കാൻ സംസ്ഥാനം ശ്രമിക്കണമെന്നാണ് ഭരണഘടന പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 44 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ ഭാഗമാണ്. അതായത് ഇത് നടപ്പാക്കാനുള്ള ഭരണഘടനാപരമായ ദിശാനിർദ്ദേശമാണ്. ഉടൻ പ്രാബല്യത്തിൽ വരേണ്ട അടിസ്ഥാന അവകാശ വ്യവസ്ഥയല്ല. അതുകൊണ്ട് തന്നെ UCC നടപ്പാക്കുന്നത് നിയമനിർമ്മാണത്തിലൂടെയാണ്. നിലവിൽ എന്താണ് ഈ UCCയുടെ ഒരു സ്ഥിതി? ഇന്ത്യയിൽ എല്ലാ വ്യക്തി നിയമങ്ങളും ഒരേ നിയമത്തിന് കീഴിലില്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി തുടങ്ങിയ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട വിവാഹം, വിവാഹമോചനം, പാരമ്പര്യം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യത്യസ്ത നിയമങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. UCC വന്നാൽ ഈ മേഖലകളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങൾ കുറച്ച്
എല്ലാവർക്കും പൊതുവായി ബാധകമായ ഒരു സിവിൽ നിയമ ചട്ടക്കൂട് കൊണ്ടുവരാനാണ് ലക്ഷ്യം. അതേസമയം UCC എന്നത് മതപരമായ ആചാരങ്ങളെയോ ആരാധനാ രീതികളെയോ ഇല്ലാതാക്കുന്ന നിയമമെന്നർത്ഥമില്ല. പ്രധാനമായും നിയമപരമായ സിവിൽ അവകാശങ്ങളും ബാധ്യതകളുമാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്. വിവാഹത്തിൽ എന്തു മാറ്റം വരാം? UCC ചർച്ചയിലെ പ്രധാന മേഖലകളിൽ ഒന്നാണ് വിവാഹം. വിവാഹത്തിന്റെ കുറഞ്ഞ പ്രായം, വിവാഹ രജിസ്ട്രേഷൻ, ഒരേ സമയം ഒന്നിലധികം വിവാഹം, വിവാഹമോചന നടപടികൾ, വിവാഹ ബന്ധത്തിലെ അവകാശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ ഒരേ നിയമം കൊണ്ടുവരിക എന്നതാണ് UCCയുടെ പ്രധാന ആശയങ്ങളിലൊന്ന്. ഇതിലൂടെ മതം മാറിയാൽ വ്യക്തി നിയമം മാറുന്ന സാഹചര്യം കുറയ്ക്കാനും വിവാഹവുമായി ബന്ധപ്പെട്ട നിയമപരമായ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കാനും കഴിയുമെന്ന് UCCയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നു. പാരമ്പര്യാവകാശവും സ്വത്തവകാശവും. UCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖല പാരമ്പര്യാവകാശമാണ്. നിലവിലെ വിവിധ വ്യക്തി നിയമങ്ങൾക്കനുസരിച്ച് സ്വത്ത് കൈമാറ്റത്തിലും പാരമ്പര്യാവകാശത്തിലും വ്യത്യാസങ്ങൾ കാണാം. UCCയുടെ ലക്ഷ്യം സ്ത്രീക്കും പുരുഷനും ഉൾപ്പെടെ അവകാശികളോട് കൂടുതൽ ഏകീകൃതവും തുല്യവുമായ സമീപനം സ്വീകരിക്കുന്ന ഒരു നിയമ ചട്ടക്കൂട് സൃഷ്ടിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്വത്തവകാശവും പാരമ്പര്യാവകാശവും ശക്തിപ്പെടുത്താൻ UCC സഹായിക്കുമോ എന്നതാണ് ഈ ചർച്ചയിലെ ഒരു പ്രധാന ചോദ്യങ്ങളിലൊന്ന്. വിവാഹമോചനത്തിലും ഏകീകൃത നിയമം. വിവാഹം പോലെ തന്നെ വിവാഹമോചനത്തിലും വ്യത്യസ്ത വ്യക്തി നിയമങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത നടപടിക്രമങ്ങൾ നിലനിൽക്കുന്നു. UCC നടപ്പാക്കുമ്പോൾ വിവാഹമോചനത്തിനുള്ള പൊതുവായ കാരണങ്ങൾ, നടപടിക്രമങ്ങൾ, ഇരുപക്ഷത്തിന്റെയും അവകാശങ്ങൾ, സാമ്പത്തിക സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ ഏകീകൃത നിയമം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് വാദം. ഇതോടെ വിവാഹ ബന്ധത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായ നിയമപരമായ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് UCCയിൽ പറയുന്നത്. UCC എന്നത് ഒരേ രാജ്യത്ത് ഒരേ സിവിൽ അവകാശങ്ങൾ എന്നതാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരേ വിഷയത്തിൽ വ്യത്യസ്ത നിയമങ്ങൾ നിലനിൽക്കുന്നത് നിയമപരമായ അസമത്വത്തിന് ഇടയാക്കുമെന്ന് പറയുന്നു. സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, നിയമത്തിലെ വ്യക്തത, വിവാഹ രജിസ്ട്രേഷൻ, പാരമ്പര്യാവകാശത്തിലെ ഏകീകരണം, നിയമ നടപടികളിലെ ലളിതീകരണം തുടങ്ങിയവ UCCയുടെ ഗുണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ UCC ഈ രാജ്യത്ത് വരുന്നതിന് ചില എതിർപ്പുണ്ട്. ചില ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ എതിർപ്പുണ്ട്. ഇപ്പൊ കേരളത്തിലൊക്കെ അതിന് വലിയ രീതിയിലുള്ള എതിർപ്പാണ്. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇതിനെ എതിർക്കാണ്. അതിന്റെ ഒരു കാരണം UCCക്കെതിരെ പ്രധാനമായും ഉയരുന്ന ഒരു വാദം ഇന്ത്യയുടെ മത സാംസ്കാരിക വൈവിധ്യത്തെ ഒരൊറ്റ നിയമത്തിലേക്ക് ചുരുക്കുന്നത് ശരിയാണോ എന്നതാണ്. വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ വ്യക്തി നിയമങ്ങളും ആചാരങ്ങളും അവരുടെ മതപരവും സാംസ്കാരികവുമായ സ്വത്വത്തിന്റെ ഭാഗമാണെന്നും ഒരു ഏകീകൃത നിയമം കൊണ്ടുവരുന്നത് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെയും മതസ്വാതന്ത്ര്യത്തെയും ബാധിച്ചേക്കാമെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ UCC നടപ്പാക്കുമ്പോൾ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും എങ്ങനെ സംരക്ഷിക്കുമെന്നത് നിർണായക ചോദ്യമാണ്. അതാണ് ഇവർ ചോദിക്കുന്നത്. അത് മാത്രമല്ല, ഉത്തരാഖണ്ഡാണ് എന്തുകൊണ്ട് പ്രധാനം എന്ന് നമുക്ക് നോക്കാം. UCCയെ കുറിച്ചുള്ള ദേശീയ ചർച്ചയിൽ ഉത്തരാഖണ്ഡ് നിർണായകമായ ഉദാഹരണമായി മാറിയത് സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നിയമം കൊണ്ടുവന്നതിനാലാണ്. രാജ്യത്ത് ആദ്യമായിട്ട് ഏകീകൃത സിവിൽ കോഡ് നിയമം നടപ്പിലാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡ് 2024 എന്ന നിയമം വിവാഹം, വിവാഹമോചനം, പാരമ്പര്യം, ലിവ് ഇൻ റിലേഷൻഷിപ്പ് തുടങ്ങിയ മേഖലകളെ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന നിയമസഭ പാസാക്കി. നിയമം 2024 മാർച്ച് 12 വിജ്ഞാപനം ചെയ്തു. തുടർന്ന് UCC റൂൾസ് ഉത്തരാഖണ്ഡ് 2025 പുറത്തിറങ്ങി. ഈ ചട്ടങ്ങൾ വിവാഹം, വിവാഹമോചനം, പാരമ്പര്യം, ലിവ് ഇൻ റിലേഷൻഷിപ്പ് തുടങ്ങിയ വിഷയങ്ങളിലെ നടപടിക്രമങ്ങൾ വ്യക്തമാക്കുന്നു. 2025 ജനുവരി 27 മുതലാണ് ഉത്തരാഖണ്ഡിൽ ഈ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. അതായത് UCC ഇന്ത്യയിൽ വെറും രാഷ്ട്രീയ ചർച്ച മാത്രമല്ല, ഒരു സംസ്ഥാനത്ത് പ്രായോഗികമായി നടപ്പാക്കിയ ഒരു നിയമ മാതൃകയായും ഇപ്പോൾ ഉത്തരാഖണ്ഡ് നിലകൊള്ളുകയാണ്. ലിവ് ഇൻ റിലേഷൻഷിപ്പ് പോലും UCCയുടെ പരിധിയിൽ. ഉത്തരാഖണ്ഡ് മാതൃകയുടെ പ്രത്യേകതകളിലൊന്നാണ് ലിവ് ഇൻ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച വ്യവസ്ഥകൾ. UCC പോർട്ടലിൽ വിവാഹ രജിസ്ട്രേഷൻ, വിവാഹമോചനം, ലിവ് ഇൻ റിലേഷൻഷിപ്പ് രജിസ്ട്രേഷൻ, ലിവ് ഇൻ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കൽ, നിയമപരമായ അവകാശങ്ങളുടെ പ്രഖ്യാപനം, വിൽ രജിസ്ട്രേഷൻ തുടങ്ങിയ സേവനങ്ങൾ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UCCയുടെ ചർച്ച വിവാഹ നിയമത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ സിവിൽ വിഷയങ്ങളെ ഒരൊറ്റ നിയമ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം കൂടിയാണ് ഇത്. UCC വന്നാൽ എല്ലാവരുടെയും വ്യക്തിജീവിതം മാറുമോ എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട്. ഇതാണ് പലർക്കുമുള്ള പ്രധാന സംശയം. UCCയുടെ ലക്ഷ്യം ഒരാളുടെ മതവിശ്വാസം മാറ്റുക എന്നതല്ല. പകരം മതം ഏതായാലും സിവിൽ അവകാശങ്ങളിലും നിയമപരമായ ബാധ്യതകളിലും പൊതുവായ മാനദണ്ഡം കൊണ്ടുവരിക എന്നതാണ് ആശയം. എന്നാൽ ഏത് വിഷയങ്ങൾ UCCയുടെ പരിധിയിൽ വരണം, ഏതൊക്കെ ആചാരങ്ങൾ സംരക്ഷിക്കണം, മതസ്വാതന്ത്ര്യം, സമത്വം തമ്മിൽ എങ്ങനെ സന്തുലിതമാക്കണം തുടങ്ങിയ കാര്യങ്ങളിലാണ് യഥാർത്ഥ നിയമ രാഷ്ട്രീയ ചർച്ച നടക്കുന്നത്.
ദേശീയ തലത്തിൽ മുന്നിലുള്ള വലിയ ചോദ്യം UCCയെക്കുറിച്ചുള്ള ചർച്ച ഒടുവിൽ ഒരു അടിസ്ഥാന ചോദ്യത്തിലേക്കാണ് എത്തുന്നത്. ഇന്ത്യയിലെ വൈവിധ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും തുല്യമായ സിവിൽ അവകാശങ്ങൾ ഉറപ്പാക്കാൻ കഴിയുമോ എന്നതാണ്. ഒരു വശത്ത് സമത്വവും സ്ത്രീകളുടെ അവകാശ സംരക്ഷണവും നിയമത്തിലെ ഏകീകരണവും ഉയർത്തിപ്പിടിക്കുന്നവരുണ്ട്. മറുവശത്ത് മതസ്വാതന്ത്ര്യം, സാംസ്കാരിക വൈവിധ്യം, ന്യൂനപക്ഷങ്ങളുടെ വ്യക്തി നിയമാവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന വാദവുമുണ്ട്. ഇപ്പോൾ മുത്തലാഖൊക്കെ നടപ്പിലാക്കിയെങ്കിലും എന്നാലും ചില സംഭവങ്ങൾ നമുക്ക് ഇവിടെ രാജ്യത്ത് നമുക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ 1, 2, 3 വിവാഹം കഴിച്ചിട്ട് ആദ്യ ഭാര്യ ഉപേക്ഷിക്കുന്നു, മക്കളെ ഉപേക്ഷിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഇപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ കടുത്ത ശിക്ഷ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇത്തരം കടുത്ത നടപടികളൊക്കെ വന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഈ സിവിൽ കോഡൊക്കെ വരുമ്പോൾ ഇക്കൂട്ടർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ്. ഇതുപോലെ ഇപ്പോൾ ഈ മുഹമ്മദ് ഹാരിസ് നാലപ്പാടിനെ പോലെ 2ാം വിവാഹമൊന്നും കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. ഒരു ആദ്യ ഭാര്യ നിലനിൽക്കുകയാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയില്ല എങ്കിൽ പോലും ആദ്യ ഭാര്യ സംറീൻ ഉണ്ട്. എന്നിട്ടാണ് ഈ 2ാം വിവാഹം അതീവ രഹസ്യമായിട്ടാണെങ്കിൽ പോലും വളരെ ആർഭാടമായിട്ടാണ് ഈ വിവാഹം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഏകീകൃത സിവിൽ കോഡ് എന്നത് ഒരു നിയമം കൊണ്ടുവരുന്നതിൻ്റെ മാത്രം ചർച്ചയല്ല. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം, മതസ്വാതന്ത്ര്യം, വ്യക്തിസ്വാതന്ത്ര്യം, സാംസ്കാരിക വൈവിധ്യം എന്നീ ആശയങ്ങൾ തമ്മിൽ എങ്ങനെ സന്തുലിതമാക്കണമെന്ന വലിയ ദേശീയ ചർച്ച കൂടിയാണ്. അവസാനം UCCയുടെ വിജയവും സ്വീകാര്യതയും നിർണ്ണയിക്കുന്നത് നിയമം എത്രത്തോളം ഏകീകൃതമാണ് എന്നതിലുപരി അത് എല്ലാവർക്കും തുല്യനീതിയും വ്യക്തമായ അവകാശങ്ങളും നൽകുന്നുണ്ടോ എന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ വാർത്ത കൂടുതൽ ആളുകളിൽ എത്തുന്നതിനായിട്ടും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ഈ ഒരു വിഷയത്തിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.